അങ്ങനെ ഒരു പുത്തൻ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ കണ്ട ഒരു കാര്യവും പിന്നെ എനിക്ക് അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണത്. അതായത് ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ ഒന്ന് കണ്ണ് തെറ്റി നേരത്ത്, അല്ലെങ്കിൽ ലാലേട്ടൻ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വരുന്ന ആ സമയം കൊണ്ട് അനീഷും അക്ബറും കൂടെ പൊരിഞ്ഞടി. ദൈവമേ, ഇത് കണ്ട് ലാലേട്ടൻ കയറി വന്ന് മൊത്തം കൊളായി. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. അതായത് പ്രശ്നം ഉത്തരവുള്ളൂ. നമ്മുടെ ലാലേട്ടൻ വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ച് എല്ലാം പോയി. അപ്പോൾ അക്ബറിനെ എന്തോ രീതിയിൽ നമ്മുടെ അനീഷ് ട്രിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അക്ബറിന് തീരെ സഹിക്കാൻ സാധിച്ചിട്ടില്ല. ലാലേട്ടൻ എന്തോ ചോദിച്ച കാര്യത്തിൻ്റെ പേരിലാണ് അക്ബറിന് ഇഷ്ടമാവാണ്ട് അനീഷ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, അതിൻ്റെ പേരിലെങ്ങാണ്ടാണ് ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അക്ബർ എന്ത് ചെയ്തു, നീ ഇത്രയും ദിവസം അനീഷേട്ടൻ ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നിട്ട് കുറേ ദിവസത്തോളം, ഒരു 10-20 ദിവസത്തോളം ഗുഡ് മോർണിംഗ് ബിഗ് ബോസ്, ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ബിഗ് ബോസ്, ഇത് എവിടത്തെ ന്യായമാണ്? ചുമ്മാ ആവശ്യമില്ലാത്ത കള്ളമൊന്നും പറയല്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ അക്ബർ പറയുമ്പോഴേക്കും അനീഷ് കയറി പറയുന്നുണ്ട്, ഒരു ഇട്ടാൽ മുളയ്ക്കുന്ന പോലത്തെ ഒരു കള്ളമെങ്കിലും പറയടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇത് വന്നടിയോട് വന്നടി. അപ്പോൾ ലാലേട്ടൻ കയറി വരുന്നുണ്ട്. ലാലേട്ടൻ കയറി വന്ന് ഉടനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ പ്രശ്നം? ഗുഡ് മോർണിംഗ് ആണോ അല്ലെങ്കിൽ സുപ്രഭാതമാണോ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് നിങ്ങൾ തുടക്കം തൊട്ട് സുപ്രഭാതമാണോ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ അനീഷ് ഏട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇല്ല ലാലേട്ട, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സുപ്രഭാതം പറഞ്ഞത്. അപ്പോഴേ അക്ബർ കയറി പറയുന്നുണ്ട്, ലാലേട്ട എനിക്കിത് കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ ഇനി ഇതിൻ്റെ പേരിൽ വലിയ സീൻ ഉണ്ടാക്കുമോ അടി ഉണ്ടാക്കുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇത് വൻ സീനാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല വേറൊരു കാര്യം കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്, നമ്മുടെ അനുമോളെ ഏറി കയറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഒരുപാട് പേര് കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്, എന്തിനാ ഇത് എപ്പോഴും ലാലേട്ടൻ അനുമോളെ വഴക്ക് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് അനുമോളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അനുമോൾ ഇന്നും വഴക്ക് മേടിച്ച് കൂട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഷാനവാസിനാണ് പൂരം തെറി കേട്ടത്. അതുപോലെ തന്നെ അനുമോൾ ഡെയിലി വേണമെന്ന് വെച്ച് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് അനുമോൾ ഇഷ്ടമില്ലാത്ത കേടൊന്നും ഇല്ല കേട്ടോ, ഞാനിപ്പോൾ നടന്ന കാര്യം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര് പുറത്തായി എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, നേരെ കയറി ചെക്കൗട്ട് ചെയ്തേക്കുക ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നതിന്. പിന്നെ എല്ലാം കൂടി ഈ വീഡിയോക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെങ്ത് കൂടി പോകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേസ്. എങ്ങനെ ഔട്ടായി, എന്താ സംഭവിച്ചത്, എല്ലാ കാര്യം ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ബട്ടൺ വന്നിട്ടുണ്ട്, ഒരു സെറ്റ് സാധനം, ആ ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം ഒന്ന് ഹൈപ്പ് അടിച്ച് വിട്ടേക്കുക. അതുപോലെ തന്നെ കമൻറ്റും നിങ്ങൾ ഇഷ്ട മത്സരത്തിനെ പറ്റി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.